morning everyone. Today we are going to another section in engineering graphics. This section deals with the development of the solids. ഇത് നമ്മൾ പഠിക്കുന്ന സെക്ഷൻ കട്ട് ചെയ്ത് അതിൻ്റെ ടോപ്പ് വ്യൂയും സൈഡ് വ്യൂയും ഫ്രണ്ട് വ്യൂ ഒക്കെ നമ്മൾ നോക്കിയാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധനം കട്ട് ചെയ്ത് അത് അല്ലെങ്കിൽ നമ്മൾ തുറന്നു വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ എക്സാക്ട് സൈസ് അല്ലെങ്കിൽ ഷേപ്പ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഇത് പലപ്പോഴും ആപ്ലിക്കേഷൻ വരുന്നത് എക്സാക്ട് ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാനുഫാക്ചറിങ്ങിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഡെവലപ്മെന്റ്. ഇത് മാത്രം നമുക്ക് ആ പറയുന്ന ഏരിയ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം, പ്രസ് ചെയ്തെടുക്കണം, എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇപ്പം ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വേണം ഈ പറയുന്ന സാധനത്തിനകത്ത് ടോട്ടൽ ഏരിയ എന്തുമാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഒരു ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് എന്തുമാത്രം ഏരിയ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ഏരിയ വെച്ചിട്ടായിരിക്കും എന്ത് അവരുടെ കോസ്റ്റ് എസ്റ്റിമേഷനിലേക്ക് പോകുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനാണ് ഡെവലപ്മെന്റ് ഓഫ് സോളിഡിനകത്ത് നമുക്ക് വരുന്നത്. സോ ഐഡന്റിഫൈ ചെയ്യുക എന്താണുള്ളത് ഇവിടുത്തെ ആപ്ലിക്കേഷൻ. ഇനി ഇതിന്റെ സിമ്പിൾ ടോപ്പിക്സിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Okay, so our first question is that a square prism of base side 35 mm and height 70 mm rests on one of its end face on HP. It is cut by a plane perpendicular to VP and inclined to HP at 45 degree and bisects the axis. Draw the development of the lower portion of the prism. Okay, so this is a square prism of base side 35 mm. Okay, base side 35 and height 70. Okay. ഇനി അതിന്റെ ഓറിയന്റേഷനെ കുറിച്ച് പറയുന്നത് റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസ്. ഒരു എൻഡ് ഫേസ് എവിടെയിരിക്കുന്നു, എച്ച്പി നിൽക്കുന്നു. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ perpendicular to VP. Perpendicular to VP and inclined to HP at 45 degree and bisects the axis in bisects the axis. Draw the development of the lower portion. അതായത് നമ്മൾ സാധനം കട്ട് ചെയ്യണം അല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്താണ് അതിന്റെ ലോവർ പോർഷനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ എഴുതുക. സോ സ്ക്വയർ പ്രിസമാണ് നമ്മൾ ആസ്യൂഷൻ ചെയ്യുന്നത്. എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന സാധനത്തിനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പറയണം. സോ ദിസ് ഈസ് എക്സ് വൈ ലൈൻ. സോ ഓൺ എക്സ് വൈ ലൈൻ യു കൻ ഡ്രോ VP. Below that HP. Front view will be on vertical plane and top view will be on. Now ഈ ക്വസ്റ്റ്യനകത്ത് ഈ സ്ക്വയർ പ്രിസം എങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. So you can either take one of the side is perpendicular, base edge is perpendicular to VP or it is inclined to VP, right? So നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പൊസിഷൻ വെക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ നല്ലത്. പൊസിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ പൊസിഷനിലാണ് വെക്കുക. So it is having a square. Okay, so this is a square. Square is having a length of 35, right? 35 on. So this length is 35. Length is 35 and its height is how much? 70, right? 70 mm. So this is my square prism. So this is A, B, C, D, right? So on top you will get B dash, bracket il varum A dash. Here C dash, bracket il varum D dash. Like ni താഴത്തെ പോയിന്റ് mark ചെയ്യാം P, Q, R,
യെസ്. ഇനി നോക്കി ഈ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് പോകുന്നത്? പുറകിലൂടെ പോകുന്നത്. സോ ദിസ് ഇസ് പി ഡാഷ്. സോ ഇൻ ബ്രാക്കറ്റ് സോ ഹിയർ ക്യൂ ഡാഷ്. ഇവിടെ പുറകിൽ വരുന്ന ഏതാണ്? എസ് ഡാഷ്. മുമ്പിൽ വരുന്ന എന്താണ്? ആർ ഡാഷ്. So you got the exact figure in the orthographic projection. Now we have to cut this section, right? This is we cut here. You have to identify the exact axis of this prism, right? So now you can identify the center, and from here. So a center line is here, and we make a 45 degree, right? 45 degree exactly bisecting the axis. Now this is my axis, right? Now my axis is out of the ground. 45 degree inclination endu varakkanam? Cutting plane varakkanam. Cutting plane varakkanam. So this is my ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എക്സിന്റെ ഇവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കൊണ്ട് കൊണ്ടുവന്നതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ട്രേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തേക്കുക. എത്രയാണ്? 70 ആണ്. അത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് എല്ലാം എന്ത് ചെയ്യണം? ഈ പറയുന്ന ആക്സിലും കാണണം. 45 നമുക്ക് അവിടെ ഒരു 45 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. Now ശ്രദ്ധിച്ചേ, അടുത്തെന്താണ്? കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. എങ്ങനെ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം? നമ്മൾ ഇവിടെ നിന്ന് നടക്കണം. ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര എഡ്ജുകളോ നോക്കാം. എത്ര എഡ്ജുണ്ട്? എ ടി ഉണ്ട്, ഡി ക്യൂ ഉണ്ട്. സോ നൗ ദിസ് ഈസ് 1 ആൻഡ് 1 സോറി 2 എന്ന് പറയുന്നത് പോയിന്റ് പോയിന്റ്. പിന്നെ ഞാൻ ഇതിലൂടെ നടന്നു. ഇവിടെ പോയിന്റുണ്ടോ? ഇത് ആക്സസ് അല്ലേ? എഡ്ജാണോ? അല്ലല്ലോ. ഞാൻ ഇത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കുണ്ട് 2 എഡ്ജ് ഉണ്ട്. സി ആർ ഉണ്ട്, ഡി എസ് ഉണ്ട്. സോ യു കൻ മാർക്ക് ദിസ് ആസ് 3 and this one is 4. അപ്പം നമുക്ക് കട്ട് ചെയ്തു. ഇനി ഈ പറയുന്ന സാധനത്തിന് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇങ്ങനെ നമുക്ക് തുറന്നു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പം ഇതിനെ തുറന്നു വെക്കുമ്പോൾ എത്ര ഷേപ്പ് കാണും അല്ലേ? ഈ പറയുന്ന സാധനം തുറന്നു വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഷേപ്പ് വരിക? റെക്ടാങ്കുലർ ഫേസസ് അല്ലേ? ഒരു റെക്ടാങ്കുലർ ഫേസിന്റെ 35 ആണ്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ തൊട്ട് ഞാൻ 35 മാർക്ക് ചെയ്ത് പോകാം. 35 വേണം. 1 2 3 and 4. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. 1 2 3 4 പോയിന്റ്. ഇനി നോക്കി ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? തുറന്നു വെച്ചാൽ എന്തായിരിക്കും? ഇങ്ങനെ തുറന്നു വെക്കുന്നത്. അപ്പൊ ഈ ഹൈറ്റ് എന്തായിരിക്കും? ഇനി നോക്കി ഇവിടുന്ന് എന്തായിരിക്കും? വെർട്ടിക്കൽ ലൈൻ. ഇവിടെ നിന്ന് വരയ്ക്കാം, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഇവിടെയും വരയ്ക്കുന്നത് എന്തായിരിക്കും? വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെയും വരയ്ക്കാം വെർട്ടിക്കൽ ലൈൻ, ഇവിടെയും വരയ്ക്കാം വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, സോ നമുക്ക് സാധനം തുറന്നു. ഇനി നമുക്ക് ഈ പറയുന്ന പോയിന്റ്സിനെ എല്ലാം മാർക്ക് ചെയ്യണം. എ ഉണ്ട്, ഇത് തുറന്നു വെക്കുന്നതായിരിക്കും. ഇവിടുന്ന് കട്ട് ചെയ്യാതെ ഇവിടുന്ന് ഞാൻ തുറന്നു വെക്കാം. ഈ സാധനത്തെ തുറന്നു വെക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റാണ് കട്ട് ചെയ്ത് മാറ്റി. എ കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് എന്താണ്? നമുക്ക് ഇത് എ ആണെങ്കിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കും? സോ എ എന്ന് പറയുന്നുണ്ടല്ലോ അടുത്ത പോയിന്റ്. സോ ദിസ് എ. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കും? ഡി വന്നു. അടുത്ത അതിന്റെ കഴിഞ്ഞുള്ള പോയിന്റ് എന്താണ്? സി വന്നു. അടുത്ത പോയിന്റ് എന്തായിരിക്കും? ബി വന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? തുറക്കുന്നിടത്ത് തന്നെയല്ലേ അടുത്ത പോയിന്റ് വരുന്ന. അതിനെ യോജിച്ച് കഴിയുമ്പോൾ അവിടെ എന്ത് കിട്ടേണ്ടതാണ്? എ എന്ന് പറയുന്ന പോയിന്റ് കിട്ടേണ്ടതല്ലേ? എ കിട്ടി. ഇനി നോക്കി അടുത്തത് പി ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ എയുടെ താഴെ എന്ത് വരും? പി വരും. ഇനി ഡിയുടെ താഴെ എന്താ വരുന്നത്? എസ് വരും. സിയുടെ താഴെ വരും ആർ വരും. ബിയുടെ താഴെ വരും ക്യൂ വരും. ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും വെച്ചിട്ടുള്ളത്? എസ് തന്നെ അല്ലേ? അപ്പം നമുക്ക് അതിന്റെ ഡെവലപ്മെന്റ് എന്ന് ചെയ്യും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ കട്ടിംഗ് പോയിന്റ് കട്ട് ചെയ്തിട്ട് അതിന്റെ ലോവർ സെക്ഷൻ മാത്രം എടുക്കാനുള്ള പരിപാടി. അപ്പം ഇവനെ നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമുക്ക് ഇതിനെ തുറന്നു കിട്ടി. ഈ പറയുന്ന ലൈനിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് എ ബി ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്.
എയും ബിയും കട്ട് ചെയ്യുന്നത് എവിടെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഞാൻ ഇവിടുത്തെ പാരലൽ അല്ലേ? നോക്കി 1 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബി ക്യൂവിനെ കട്ട് ചെയ്യുന്നത് 1 1 1 1 B20 so now you will get 1 അല്ലേ? ഇനി നോക്കി ഈ പറയുന്ന സാധനം എന്തായിരിക്കും? 2 എന്ന് പറയുന്ന പോയിന്റ് എ പി ആണ്. 1 എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന പോയിന്റ് എ പി ആണ്. ഈ വേറെ എവിടെയുള്ള ഇനി അറ്റത്തുള്ള സെയിം സാധനം. സോ ദിസ് ഇസ് വാസനിക്. ഇനി നോക്കി 3 4 എന്ന് പറയുന്ന സാധനം സി ആർ എന്ത് വരും? 3 എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഡി എസ് എന്ത് വരും? ഡി എസ് 4 എന്ന് പറയുന്ന. ഓക്കെ, സോ യു ഗോട്ട് ഓൾ ദീസ് പോയിന്റ്സ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവനെ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. ഇവനെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്. അപ്പൊ നമ്മൾ പരിപാടി അല്ലെ? ഈ പറയുന്ന സാധനത്തെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ മാത്രം എഴുതി വെക്കുക. ടോട്ടൽ ലെങ്ത് എഴുതി വെച്ചോണം. എത്രയാണ്? 35 multiplied by 4 അല്ലേ? അപ്പം ഈ പറയുന്ന സാധനം വരയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ നിങ്ങൾ ഓർക്കുന്ന കാര്യം ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കേണ്ടത് ഓർത്തിരിക്കുക. സിൻസ് ഇറ്റ് ഇസ് എ പ്രിസം. ഓക്കെ, പ്രിസം വരുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കട്ടി പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. കോൺ സിലിണ്ടർക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഫ്രീ ഹാൻഡ് സ്കെച്ചിലൂടെ നമ്മൾ കർവ് വരയ്ക്കും. അത് മാത്രം ഓർക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ബേസിക് സ്ട്രക്ചറാണ്. ഓർത്തിരിക്കുക എങ്ങനെയാണ് ഡെവലപ്മെന്റ് എന്നുള്ളത്. സിമ്പിൾ മെത്തേഡാണ്. സിമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ കൺസെപ്റ്റ് അബൌട്ട് ഹൗ ടു ഡെവലപ്പ് എ പ്രിസം. ഓക്കെ, ഏത് പ്രിസം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പ്രിസം ഒക്കെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. അപ്പൊ അതൊന്നും പഠിക്കേണ്ട. പ്രിസം ആണെന്നുണ്ടെങ്കിലും സിലിണ്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, കോണ് പിരമിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആംഗിൾ എടുക്കണം. എന്നിട്ട് അവനെ എന്ത് ചെയ്യണം? അതിനെ ബൈസെക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത പോയി പഠിക്കാം. അപ്പോൾ പ്രിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ക്ലിയർ? ഇനി ഇതിന് പാരലായിട്ട് തന്നെ കാണാം. വേറെ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. ഇതേ തന്നെ വെച്ചിട്ട് വേണം ഇത് വരച്ചെടുക്കാൻ. ഓക്കെ, സോ ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദിസ് ടോപ്പിക്.